ഇന്ന് ബോഡി ടീം നിങ്ങളെ കൊണ്ടുപോകുന്നത് പുതിയൊരു സൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് 5 kW ഓൺ ഗ്രിഡ് സിസ്റ്റം വിത്ത് സോവ സോളാർ പാനൽ സോളിസ് ഇൻവെർട്ടർ ആണ്. സോളിസിന്റെ S6 സീരീസ് അതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ മാമിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാമിന്റെ പേര് ശരണ്യ രതീഷ്, NRI ആണ്. സ്റ്റിൽ ഇപ്പം നാട്ടില് ഒരു എന്തോ ക്ലാസ്സും കോഴ്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുള്ളതാണ്. എന്താണ് സോളാർ വെക്കാൻ ഉണ്ടായ കാരണം, ബാക്കി സോളാർ വെച്ച ശേഷമുള്ള സർവീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാമിനോട് തന്നെ ചോദിച്ചറിയാം. കറണ്ട് ബില്ല് ഓൾറെഡി നമുക്ക് കൂടുതലായിരുന്നു. പുതിയ വീട് വെച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എന്തായാലും വെക്കണം എന്നുള്ളത് വീട് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട കാര്യമായിരുന്നു. അപ്പോഴേ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഫിനാൻഷ്യലി ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഫിനാൻഷ്യലി എപ്പോഴും അതിനുള്ളതില്ലാത്തത് കൊണ്ട് ഒരു 1 ഇയർ വെയിറ്റ് ചെയ്തു. ഇപ്പോ 7,000 8,000 മന്ത്ലി വരുന്ന ബില്ല് അങ്ങനെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് KSEB ഇപ്പൊ അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടുത്തെ സാറ് വന്ന നമ്പറാണ് ബോഡി സോളാറിൻ്റെത്. ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്ത് വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും മാമിന്റെ ആ ഒരു സംസാരവും ആ ഒരു എന്താ പറയാ നമ്മളോടുള്ളൊരു ഇടപെടലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇഷ്ടമായി. അങ്ങനെ വീട്ടിലെല്ലാവരോട്ട് സംസാരിച്ചിട്ട് അങ്ങനെ കൺഫേം ചെയ്തതാണ്. സാധാരണ എല്ലായിടത്തും പോകുമ്പോഴത്തേനും ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തും ഇപ്പൊ പ്രപ്പോസൽ എടുത്ത് കുറച്ച് ദിവസം അവർ അന്വേഷിച്ചിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ എനിക്കിവിടെ ഉണ്ടായ ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മീറ്റിങ്ങിന് വരുന്നു, ഈവനിങ്ങോടുകൂടി തന്നെ പ്രപ്പോസൽ അയക്കുന്നു ഓഫീസിൽ നിന്ന്. നെക്സ്റ്റ് ഡേ മാം അത് വർക്ക് കൺഫേം ചെയ്തു. എനിക്ക് തോന്നുന്നു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മൾ വർക്ക് കംപ്ലീറ്റ്. ഇൻവെർട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഫസ്റ്റ് S6 സീരീസ് സോളിസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോഡി സോളാർ ആണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത് 15th ഇൻസ്റ്റലേഷൻ ആണ് ഈ ഇൻവെർട്ടർ വന്ന ശേഷം. നമ്മൾ തന്നെയാണ് അത് കൊണ്ടുവന്നത്. ഇപ്പം കുറെ മാർക്കറ്റിൽ ഉണ്ട് തോന്നുന്നു. ഇത് ബ്ലൂടൂത്ത് വഴിയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ, അതായത് നമ്മുടെ വോൾട്ടേജ് സെറ്റിംഗ്സ് 264 192 ഒക്കെ നമുക്ക് ബ്ലൂടൂത്ത് വഴിയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ എല്ലാം സോളിസ് ഇൻവെർട്ടറിൽ നമുക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് നമ്മൾ വന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ തന്നെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. ഇപ്പൊ MNRE സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി എല്ലാം പ്രോസസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി സബ്സിഡി എമൗണ്ട് ആയിട്ടുള്ള 72,000 മാമിന് ക്രെഡിറ്റ് ആയാൽ മാത്രം മതി. ഇവിടെ കിട്ടിയിരിക്കുന്ന വേറൊരു അഡ്വാൻറ്റേജ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 58,352 ആയിരുന്നു സബ്സിഡി എമൗണ്ട്. ആ സ്ഥാനത്ത് ഒരു 2 to 3 ഡേയ്സിലാണ് ഇതെല്ലാം മാറിക്കൊണ്ട് 72,000 സബ്സിഡി ഹൈക്ക് MNRE നിന്ന് കിട്ടിയത്. അത് മാമിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിവേ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ.